പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാക്കളെ, യുവകലാസാഹിതിയുടെ തൃശ്ശൂർ ജില്ലാ പേജിൽ ഒരു വർഷം തുടർച്ചയായി ഒരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. യുവകലാസാഹിതി സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീധനരഹിത, സ്ത്രീ പീഡനരഹിത കേരളം എന്ന പരിപാടിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഒരു പ്രതിവാര പ്രഭാഷണ പരമ്പരയാണ് യുവകലാസാഹിതി തൃശ്ശൂർ പേജിൽ ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ സമുന്നതയായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക, സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ കരുത്തയായ സാരഥി എൻ ഇ ബലറാമിൻ്റെ മകൾ ഗീതച്ചേച്ചി, ഗീതാ നസീർ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങി വെച്ചു. ഇന്ന് ഞാനും നിങ്ങളുടെ കൂടെ ചേരുന്നു. ഇനിയും പലരും ഈ പരിപാടിയിൽ പങ്കുചേരും. തീർച്ചയായും ബോധവൽക്കരണം എന്നൊരർത്ഥത്തിലല്ല, സംവാദാത്മകമായി സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഏത് വിധത്തിലൊക്കെയാണ് സംരക്ഷിക്കാൻ പോരാടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നത് മനുസ്മൃതിയുടെ ഒരു പ്രഖ്യാപനമാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് യുവകലാസാഹിതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രമേയം. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു. തീർച്ചയായും ആ ഒരു വീക്ഷണത്തിലുള്ള ഒരു പ്രഭാഷണ പരമ്പരയാണ് ഇവിടെ നടക്കുന്നത്. ഇടയിൽ റേഞ്ചിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തുടക്കത്തിലെ മുറിഞ്ഞുപോയി. വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് വരാം. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നത് മനുസ്മൃതിയുടെ പ്രഖ്യാപനമാണ്. പിതാ രക്ഷതി കൗമാരെ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് മനുസ്മൃതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പണ്ടേ പ്രഖ്യാപിച്ചത്. കൗമാരകാലത്ത് പിതാവ് സംരക്ഷിക്കുന്നു, യൗവനകാലത്ത് ഭർത്താവ് സംരക്ഷിക്കുന്നു, വാർദ്ധക്യകാലത്ത് കുട്ടികളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹതയില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്നാണ് മനുസ്മൃതി പ്രഖ്യാപിച്ചത്. അതിനൊരു വ്യാഖ്യാനവും പിൽക്കാലത്ത് പറയാറുണ്ട്. ഇങ്ങനെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ട് ഈ സ്വാതന്ത്ര്യം ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഇതാണ് ഇന്ത്യൻ സംസ്കൃതി സ്ത്രീയോട് കാണിച്ച എക്കാലത്തെയും ഒരു ചതി. നാരിയെ പൂജിപ്പതെങ്ങ് അങ്ങ് ദേവതാരാമ എന്നൊക്കെ കവികൾ വാഴ്ത്തിയിട്ടുണ്ട്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് രാമൻ ദേവതയാകുന്നത്. എന്നാൽ സത്യത്തിൽ സ്ത്രീ പൂജിക്കപ്പെടുന്നിടത്തൊക്കെ സ്ത്രീ തടവിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നൊരു ദുരന്തവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്ത്രീ പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടുന്നവളായി മാറുന്നതാണ്. ONV തൻ്റെ കവിതയിൽ, പെങ്ങൾ എന്ന കവിതയിൽ പറയുന്നുണ്ട്, ആരു നീ എന്ന് ഞാൻ ചോദിച്ചതില്ല, നിൻ പേരു പോലും നീ പറഞ്ഞുമില്ലെങ്കിലും വല്ലായ്മയാർന്നൊരാ നിൽപ്പുമാ നോട്ടവും ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ. പെങ്ങളാണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞില്ല. അവൾ പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെട്ടവളാണ്. ഒരായുസ്സുകൊണ്ട് സതി അനുഷ്ഠിക്കുന്നവളാണ്. പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുപ്പിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ ഒരു പൊട്ടിത്തെറിയിൽ അവസാനിച്ചവളാണ്. അങ്ങനെ പൂജാമുറിയിലിരുത്തിയ വിഗ്രഹമായും പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുപ്പിയിലെ തീയിൽ കത്തിയൊടുങ്ങുന്നവളായും സ്ത്രീ യഥാർത്ഥത്തിൽ തടവുകാരിയായിട്ടാണ് സംസ്കൃതികൾ പണ്ടുകാലം മുതൽക്കേ പറയുമ്പോഴൊക്കെ പറയും പൂജിക്കപ്പെടേണ്ടവളാണ്, ദേവതയാണ്. പക്ഷേ എക്കാലത്തും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ പഴയ ആചാര്യന്മാർ തൊട്ട്. പാഞ്ചാല രാജകുമാരി 5 പേരുടെ ഭാര്യയാവേണ്ടി വന്നു. കൗരവ സദസ്സിൽ അവളെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് രജസ്വലയായിരുന്ന അവളുടെ ഉത്തരീയം വലിച്ചഴിക്കുമ്പോൾ ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യനും തൊട്ട് കൃപാചാര്യനും തൊട്ട് എത്രയോ ആചാര്യന്മാർ നോക്കിയിരുന്നു. അവരാരും ഒരക്ഷരം പോലും അരുതേ എന്ന് വിലക്കിയില്ല. അതാണ് ഇതിഹാസത്തിലെ സ്ത്രീ. പക്ഷേ അവിടെ തന്നെ പാഞ്ചാലി
തൻ്റെ മുടി അഴിച്ചിട്ടതും നമ്മൾ കാണുന്നുണ്ട്. ആ മുടി കെട്ടണമെങ്കിൽ ഇനി തന്നെ അപമാനിച്ച ദുശാസനൻ്റെ തുട പിളർന്ന് ആ ചോര കൊണ്ടേ എൻ്റെ അഴിച്ചിട്ട മുടി കെട്ടുകയുള്ളൂ എന്നും അന്ന് പാഞ്ചാലി പ്രഖ്യാപിച്ചു. അങ്ങനെയും ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. മഹായുദ്ധത്തിന് കാരണമായ ഒരു പാഞ്ചാലിയെ, ഹെലനെ, ഈസ് ദിസ് ദി ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1000 ships എന്ന് അത്ഭുതപ്പെട്ടിട്ടില്ലേ പഴയ കവി? ഈ മുഖമാണോ ആയിരക്കണക്കിന് കപ്പലുകളെ കടലിലിറക്കിയത്? ട്രോജൻ യുദ്ധത്തിന് കാരണമായത് ഈ മുഖമാണോ എന്ന് ഹെലനെ ചൊല്ലി ചോദിക്കുന്ന ഇതിഹാസവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇതിഹാസങ്ങളിലൊക്കെയും സ്ത്രീ വ്യക്തിത്വമുള്ളവളായിരിക്കെ തന്നെ അവൾ തടവുകാരിയാണ്. 5 ഭർത്താക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടി വന്നവളാണ് പാഞ്ചാലി. സീത പതിവ്രതാരത്നമാണ്, ചിരഞ്ജീവികളിൽ ഒരാളാണ്. പക്ഷേ സീത അനുഭവിച്ചത് നമുക്കറിയാം. സീത ശരിക്കും പതിവ്രതാരത്നമായി ജീവിച്ചിട്ടും എത്ര ദുഃഖങ്ങളിലൂടെ കടന്നുപോയി. അവൾ സ്വന്തം കാര്യങ്ങൾ നിശ്ചയിക്കാൻ തൻ്റെ ഇടമുള്ളവളായിരുന്നു ഇതിഹാസത്തിൽ. താൻ സ്വീകരിക്കാൻ പോകുന്നയാൾ ആരായിരിക്കണമെന്ന്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് ശൈവചാപം ഖണ്ഡിച്ച കാലം മുതൽക്ക് നമുക്കറിയാം. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ, മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്നൊക്കെ ആചാര്യൻ എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ സീത തന്നെയാണ് കാട്ടിലേക്ക് പോകാൻ അവൾ സ്വയം തയ്യാറായതാണ്. നീ അച്ഛനമ്മമാരെ, അച്ഛൻ അപ്ലൈ വയ്യാതെ ആയിരിക്കുന്നു, അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന രഘുരാമൻ്റെ, ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞ ധിക്കരിച്ച് രാമായണങ്ങൾ പലതും കവിവരർ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ് തിരിച്ചു. അങ്ങനെ തൻ്റെ അവകാശം സ്ഥാപിച്ചെടുക്കുന്നുണ്ട് സീത. പക്ഷേ എന്നിട്ടും പതിവ്രതാരത്നമായി രാവണൻ്റെ അന്തഃപുരത്തിൽ ശിംശഭാവൃക്ഷത്തിൻ്റെ മുമ്പിൽ ചുവട്ടിൽ തപസ്സിരുന്നിട്ടും അഗ്നിശുദ്ധി തെളിയിച്ചിട്ടും, ഇവിടെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായിരുന്നാലും ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വേദങ്ങൾ, മതഗ്രന്ഥങ്ങൾ, പുരോഹിതന്മാർ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചരിത്രത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടായത്. യേശുദേവൻ മഗ്ദലനക്കാരിയായ പാപിനി എന്ന് വിധിക്കപ്പെട്ട സ്ത്രീയോട്, അവളെ ഷീമോൻ്റെ മേടയിൽ ഇരിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, അവൾ വന്ന് കാത്തുനിന്നു. ഇവൾ പാപിനിയാണെന്നാണ് പഴയ നിയമം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴയ നിയമപ്രകാരം പാപം ചെയ്തവളെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇത് പുതിയ പ്രവാചകനാണ് യേശു. എന്ത് ചെയ്യണം എന്ന് പരീശന്മാർ ചോദിച്ചപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇയാൾ പുതിയ പ്രവാചകനല്ല, പഴയ പ്രവാചകനാണ്. എന്നാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയാത്തൊരു ഉത്തരം, അതല്ലാത്തൊരു ഉത്തരം അവിടെ സാമൂഹ്യ വിരുദ്ധമാവുകയും ചെയ്യും. അവിടെയാണ് യേശുദേവൻ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു പുതിയ സമാധാനം സ്ത്രീക്ക് വേണ്ടി ഉച്ചരിച്ചത്. ബുദ്ധനെ കാണാൻ വന്ന അമ്രപാലി എന്ന വേശ്യയോടും ബുദ്ധൻ അതാണ് ചെയ്തത്. ലോകത്തെ എല്ലാ ചക്രവർത്തിമാരും മഹാപ്രഭുക്കന്മാരും വന്ന് ബുദ്ധനെ കാത്തുനിന്നു. ബുദ്ധനായതിനു ശേഷമാണ് ബുദ്ധനെ സൽക്കരിക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ബുദ്ധൻ അമ്രപാലിയുടെ മുന്നിൽ മാത്രമാണ് നിന്നത്. അവളാണ് സംസ്കാരത്തിൻ്റെ കാവൽക്കാരി എന്ന്, വേശ്യയെന്ന് ചരിത്രം വിളിച്ച അമ്രപാലിയാണ് സംസ്കാരത്തിൻ്റെ കാവൽക്കാരി എന്ന് ബുദ്ധൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാം, സ്ത്രീക്ക് വേണ്ടി നടന്ന ശബ്ദങ്ങൾ ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. അത് നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് സംസാരിച്ചതാണ്. ഇപ്പോഴും നോക്കൂ, വർത്തമാനകാല സ്ത്രീയുടെ ചിത്രം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വിജയിക്കുമ്പോൾ അനേകം സ്ത്രീകളാണ് പലായനം ചെയ്യുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ അമേരിക്കൻ സൈനികരുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. മുഖം മറയ്ക്കാതെ പുറത്തിറങ്ങിയ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്ന താലിബാനിസം അഫ്ഗാന്റെ തെരുവുകളിൽ നടക്കുകയാണ്. മതം അനുശാസിക്കുന്ന സ്ത്രീയുടെ ഒരു ചിത്രമാണ് കാണുന്നത്. ഏത് മത തീവ്രവാദവും ഏത് അതോറിറ്റേറിയാനിസവും ഫാഷിസവും സ്ത്രീക്കെതിരാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ പോരാടുന്ന ഘട്ടങ്ങളിൽ മാത്രമേ യഥാർത്ഥ നവോത്ഥാനം ഉണ്ടാകുന്നുള്ളൂ. വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞു, സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് ഒരു പുതിയ മനുഷ്യനെ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ധർമ്മം. വീട്ടിയുടെ നാടകമാണ് കേരളീയ നവോത്ഥാനത്തിന് വിത്തിട്ടത്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനം ഉണ്ടാക്കുന്ന കാലത്ത് 1902 SNDP സ്ഥാപിതമായി കഴിഞ്ഞ് 1905 കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ഥ വിചാരം നടക്കുകയായിരുന്നു. സ്ത്രീയുടെ അടുക്കള ദോഷത്തെ മുൻനിർത്തിക്കൊണ്ട് സ്മാർത്തന്മാർ, പുരോഹിതന്മാർ വിചാരണ നടത്തുകയായിരുന്നു.
എന്നാൽ അതിനുശേഷം സാക്ഷാൽ വീട്ടിൽ തന്നെ സ്ത്രീ ആണ് മോചിപ്പിക്കപ്പെടേണ്ടത്. സ്ത്രീ മോചിപ്പിക്കപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥ നവോത്ഥാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുറിയടത്ത് താത്രി ഒരു നവോത്ഥാന നായികയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ആദ്യത്തെ നവോത്ഥാന നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീയുടെ വിമോചനത്തിന് വേണ്ടിയാണ് എഴുതിയത്. അതുവരെ പ്രായമേറിയവർ ഇഷ്ടംപോലെ ചെറുപ്പക്കാരികളെ കല്യാണം കഴിച്ചിരുന്നു. ആ നാടകത്തിൽ 75 വയസ്സ് കഴിഞ്ഞ കർക്കിടാംകുന്നത്ത് അച്ഛൻ നമ്പൂതിരി 14 തികയാത്ത തേതിയെ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഇതിവിടെ അനുവദിക്കുകയില്ല എന്നൊരു വലിയ പ്രഖ്യാപനമാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നിന്നാണ് സ്ത്രീകൾ അങ്ങനൊരു സാധ്യതയുണ്ട്, സ്ത്രീക്ക് സ്വതന്ത്രയാവാനുള്ള ഒരു സാധ്യത വീട്ടിൽ തുറന്നു കാണിച്ചു കൊടുക്കുന്നു. തേതി ജയിക്കുക, നിന്റെ സ്വാതന്ത്ര്യമാണ് വിമോചനത്തിൻ്റെ യഥാർത്ഥമായ വഴി. അങ്ങനെയാണ് ശ്രീമതി മനഴി ആദ്യത്തെ നാടകാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ഘോഷം ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് സ്വതന്ത്ര സ്ത്രീയായിട്ട് പുറത്തേക്ക് വന്നത്. അതിനുശേഷം ആ നാടകം അവതരിപ്പിച്ചിടത്തൊക്കെ ധാരാളം സ്ത്രീകൾ സ്വതന്ത്രരായി. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന മറക്കുട തല്ലിപ്പൊട്ടിച്ച് ഘോഷ ബഹിഷ്കരിച്ച് അവർ പുറത്തേക്ക് വന്നു. പിന്നീട് പ്രേംജിയുടെ ഋതുമതി എന്ന നാടകം, MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം, ഇതൊക്കെ സ്ത്രീക്ക് വേണ്ടി എഴുതപ്പെട്ട നാടകങ്ങളാണ്. സ്ത്രീയുടെ വിമോചനം നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാണ് അന്ന് ഈ 3 നവോത്ഥാന ആചാര്യന്മാരും പറഞ്ഞത്. അതിനുശേഷം ധാരാളം സ്ത്രീകൾ പുറത്തു വന്നു. ശ്രീമതി മനഴി, പാർവതി നെന്മിനിമംഗലം, ആര്യാപള്ളം, ദേവകി നെല്ലിക്കാട്ടിരി, ശ്രീദേവി അന്തർജനം, ഇങ്ങനെ പലരും പുറത്തു വന്നെങ്കിലും അവർ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മത്ത് എത്തിയതുമില്ല എന്നൊരവസ്ഥയിലായി. സ്ത്രീകൾ പുറത്തു ചാടിയപ്പോൾ അവർ കുലടകളും ദുർമാർഗികളുമായിട്ട് വിലയിരുത്തപ്പെട്ടു. സമൂഹത്തിലെ മുഖ്യധാരയിൽ അവർക്ക് ഇടമില്ലാതെയായി. അങ്ങനെയാണ് ആ അന്തർജനങ്ങൾ നേരത്തെ ഓലക്കുടവട്ടം ആകാശം, കാൽപ്പാട് ഭൂമി എന്നത് മാത്രം അറിയുന്നവരായിരുന്നു. കണ്ടിട്ടുള്ളത് ആകാശവും ഭൂമിയും മാത്രം, സ്വാതന്ത്ര്യമെന്തെന്ന് അനുഭവിച്ചിട്ടില്ല. അവരാണ് പുറത്തു ചാടി തൃശ്ശൂരിൽ വന്ന് അന്തർജന സമാജമുണ്ടാക്കിയത്. അവിടെയും നവോത്ഥാനത്തിൻ്റെ ഒരു ഇന്ധനമായി വരുന്നത് നാടകമാണ്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നൊരു നാടകം ആ സ്ത്രീകൾ തന്നെ എഴുതി, സ്ത്രീകൾ തന്നെ സംവിധാനം ചെയ്ത് തൃശ്ശൂരിൽ അവതരിപ്പിച്ചു. സ്ത്രീയുടെ ആദ്യത്തെ കർത്തൃത്വത്തിലുള്ള ഒരു നാടക അവതരണം തൊഴിൽ കേന്ദ്രത്തിലേക്കാണ്. ഞാനിതൊക്കെ ചില സൂചനകളായിട്ട് തരികയാണ്. ആധുനിക കാലഘട്ടമാണ് നവോത്ഥാനത്തിലൂടെ സ്ത്രീയെ മോചിപ്പിച്ചത്. ഈ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അടിമ കിടക്കുന്നതിന് എത്രയോ മുമ്പ് ചാന്നാന്മാർ അവരുടെ സ്ത്രീകൾക്ക് വേണ്ടി സമരം നടത്തി. നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് മാറുമറയ്ക്കൽ സമരം. ചാന്നാന്മാർ സമരം ചെയ്തത് അവരുടെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു അതുവരെയുള്ള നിയമം. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ തന്നെ മാറുമറയ്ക്കൽ അവകാശമാക്കി പ്രഖ്യാപിക്കാൻ കീഴാള സമുദായങ്ങൾ സമരം ചെയ്തിരുന്നു. മുല വളരുന്നതിന് കരം കൊടുക്കണമായിരുന്നു രാജാവിന്. തലയും മുലയും വളരുന്നതിന് കരം കൊടുക്കണം. മുലക്കരം, തലക്കരം എന്നൊക്കെയാണ് അതറിയപ്പെട്ടത്. നിങ്ങൾ ഇന്നും ചേർത്തലയിൽ കാണാം മുലച്ചിപ്പറമ്പ് എന്നൊരു സ്ഥലം. അവിടെ പണ്ട് ഈ മുലക്കരത്തിനെതിരെ നങ്ങേലി എന്നൊരു സ്ത്രീ സ്വന്തം മുല മുറിച്ച് ഒരു ഇലയിൽ വെച്ച് കൊടുത്ത് പ്രതിഷേധിച്ച് മരിച്ചു വീണ ചരിത്രമാണ്. മുലക്കരം തരണമെങ്കിൽ ഇതാ നീ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് സ്വന്തം സ്ഥാനം മുറിച്ചു കൊടുത്തു. അങ്ങനെ ജീവത്യാഗം ചെയ്ത ഒരു കഥയും നവോത്ഥാനത്തോട് ബന്ധപ്പെടുത്തി നമുക്കുണ്ട്. അച്ചിപ്പുടവ സമരം, ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അതിന് നേതൃത്വം കൊടുത്തത്. അച്ചിപ്പുടവ ഉണ്ടാക്കാൻ കീഴാള സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അത് ധരിക്കാൻ അവകാശമില്ല. അതിനുവേണ്ടിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ അച്ചിപ്പുടവ സമരം നടന്നത്. അന്ന് അച്ചിപ്പുടവ ഉണ്ടാക്കുന്നവർ തന്നെ അച്ചിപ്പുടവ ധരിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ പിടിച്ച് വസ്ത്രം അഴിച്ച് വസ്ത്രം ചെളിയിൽ പൂഴ്ത്തിയ ഒരു ചരിത്രം ഉണ്ടായി. അതിനെതിരെയാണ് അച്ചിപ്പുടവ സമരം സാർവത്രികമായി വ്യാപിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ശ്രീനാരായണ ഗുരുവിനും 4 നൂറ്റാണ്ട് മുമ്പ് ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്ത ആളായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഞാൻ പറഞ്ഞു വരുന്നത്, നിരന്തരമായ ഇത്തരം സമരങ്ങളിലൂടെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം നേടിയത്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന, സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ട കാലഘട്ടത്തിൽ നിന്ന്, അതിൻ്റെ ശാപങ്ങളിൽ നിന്ന് സ്ത്രീയെ മോചിപ്പിച്ചത് ആധുനിക നവോത്ഥാനങ്ങളാണ്. ഒരിക്കലും ഒരു മതഗ്രന്ഥവും പറയുന്നത് പോലെ സ്ത്രീയോട് പ്രവർത്തിച്ചിട്ടില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആഗ്രഹിച്ചത് ഇറാഖ് അതിർത്തിയിൽ നിന്ന് തൻ്റെ രാഷ്ട്രത്തിലുടനീളം സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഏത് പാതിരാവിലും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആളാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി. സ്ത്രീയുടെ വിമോചനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അന്ന് യുദ്ധത്തിൽ പുരുഷന്മാർ പലരും മരിച്ചു പോയപ്പോൾ ഒരു പുരുഷൻ 4 സ്ത്രീയെങ്കിലും സംരക്ഷിക്കണം എന്നൊരു നിയമം ഉണ്ടാക്കിയത്. അതാണ് പിന്നീട് ഇസ്ലാമിക ശരീഅത്തൊക്കെ ആയിട്ട് പിൽക്കാലത്ത് വന്നത്. അതിനെ 4 സ്ത്രീകളെ കെട്ടാനുള്ളൊരു സ്വാതന്ത്ര്യമായിട്ടും
ഒരു സൗജന്യമായിട്ടുമാണ് പിൽക്കാലത്ത് ആളുകൾ കണ്ടത്. ഇതെല്ലാ മതങ്ങളിലും അതെ. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നത് സ്ത്രീയെ തടവ് മുറിയിൽ വെക്കാനുള്ള ഒരു അവസ്ഥയാക്കിയിട്ടാണ് അക്കാലം മുതലേ കണ്ടുപോന്നിട്ടുള്ളത്. ഇതിന് ഒരു പരിഹാരമുണ്ടാക്കിയത് ആധുനിക നവോത്ഥാനമാണ്. ആധുനിക നവോത്ഥാനം സ്ത്രീയുടെ സ്വാതന്ത്ര്യം പരമപ്രധാനമായ ഒരു ചരിത്ര ദൗത്യമായി ഏറ്റെടുത്തു. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് കുമാരനാശാൻ തൻ്റെ കവിതയിൽ പറയുന്നുണ്ട്. താൻ അടിമയാണെന്നറിയാത്ത ഒരു പെൺകിടാവ് ജാതി ഒരു ആത്മദാസ്യമായി സ്വീകരിച്ചതിൻ്റെ ദുരന്തമാണ് ആ കവിത. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശു നീ ഓമലേ തരൂ തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി. ഇത് സ്ത്രീ ജീവികാദാസ്യമായി ആത്മാവിൻ്റെ അടിമത്തമായി സ്വീകരിച്ച ഒരവസ്ഥയുടെ പ്രതികരണമാണ്. അവൾ സ്വയം പറയുകയാണ്, ഞാൻ നീചനാരിയാണ്, ഞാൻ തീണ്ടിക്കൂടാത്തവളാണ്, തൊട്ടുകൂടാത്തവളാണ്, കണ്ടുകൂടാത്തവളാണ്. ഇങ്ങനൊരു ആജന്മദാസ്യത്തിലേക്ക്, ആജന്മ അടിമത്തത്തിലേക്ക് സ്ത്രീ സമൂഹത്തെ തള്ളിവിടുകയാണ് നമ്മുടെ നാട്ടിലെ പുരാവ്യവസ്ഥ തൊട്ട്, നമ്മുടെ പുരോഹിതന്മാർ തൊട്ട്, നമ്മുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ചെയ്തത്. അതിനെ ഭേദിക്കലായിരുന്നു നവോത്ഥാനത്തിൻ്റെ പ്രധാന ധർമ്മം. അതുകൊണ്ടാണ് ആശാൻ ബുദ്ധഭിക്ഷുവിനെ കൊണ്ട് തന്നെ ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയിപ്പിച്ചത്. അതുപോലെ തന്നെ ദുരവസ്ഥയിലകപ്പെട്ട സാവിത്രി അന്തർജനം ചാത്തപ്പുലയൻ്റെ കൈ പിടിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചാത്തപ്പുലയൻ്റെ നിഴൽ കണ്ടാൽ ഭ്രഷ്ടുള്ള അന്തർജനം ഒരാപത്തിൽ പെട്ടുപോയപ്പോൾ ചാത്തപ്പുലയൻ്റെ കൈ പിടിക്കാൻ തയ്യാറായി. എന്നു മാത്രമല്ല, ചാത്തപ്പുലയനോട് അവൾ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യ സ്ത്രീയായിട്ട് ജീവിച്ചവളല്ല, ഞാൻ അന്തഃപുരാംഗനയായിരുന്നു. എന്നെ നീ തൊഴിലാളി സ്ത്രീയാക്കണം, എന്നെ ചേറിലിറക്കണം, എന്നെ തൊഴിൽ പഠിപ്പിക്കണം. സത്യത്തിൽ അതൊരു വലിയ വിപ്ലവമാണ്. തിരിച്ച് നിനക്ക് ഞാൻ നിഷേധിക്കപ്പെട്ട അക്ഷരം തരാം എന്നും ചാത്തപ്പുലയനോട് സാവിത്രി അന്തർജനം പറയുന്നുണ്ട്. കുമാരനാശാൻ്റെ കാവ്യങ്ങളിൽ, വീട്ടിയുടെ നാടകങ്ങളിൽ, MRBയുടെ നാടകങ്ങളിൽ, പ്രേംജിയുടെ നാടകങ്ങളിൽ, കേട്ടിയുടെ നാടകത്തിൽ, KT മുഹമ്മദിൻ്റെ നാടകത്തിലാണ് KT തന്നെ എഴുതിയ പ്രശസ്തമായ കവിതയുള്ളത്. കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ. കൈലുകൾ പിടിക്കുന്ന കൈകൾ കൊടി കെട്ടി പുറത്തേക്ക് വരികയാണ്, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് KT പറഞ്ഞു. ഇങ്ങനെയാണ് മതങ്ങളിൽ നിന്ന് സ്ത്രീയെ സ്വതന്ത്രയാക്കാനുള്ള പരിശ്രമങ്ങൾ ആധുനിക കലാകാരന്മാരും എഴുത്തുകാരും ആധുനിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയത്. അങ്ങനെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന ആധുനിക കാലത്ത് ഒരു മുദ്രാവാക്യമായി മാറുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നത് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നായിത്തീരുന്നു. പൂജാമുറിയിൽ ഇരുത്തിയ ദേവിയായി ചതിക്കപ്പെട്ടവൾ, പൊട്ടിത്തെറിക്കുന്ന പാചകവാതക കുപ്പിയിലെ പാമ്പ് തീ തുപ്പി നേർക്കവേ കത്തി എരിഞ്ഞവൾ, എത്രയോ സ്ത്രീകൾ, എത്രയോ ദുഃഖിതർ, ജീവിതത്തിൽ സന്തോഷമെന്തെന്നറിയാത്തവർ, ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും മക്കളുടെയും അടിമകളായിരുന്നവർ, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരുപക്ഷെ ഇന്ന് അത് കുറെ കൂടി തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നാം കാണുന്നത് താലിബാനിസമാണ്, ഇവിടെയും ഫാഷിസമാണ്. ഈ സ്ത്രീയെ പൂജിക്കുന്ന ആളുകൾ തന്നെയാണ് സ്ത്രീക്കെതിരായിട്ടുള്ള കൊടും ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇരട്ടത്താപ്പാണ്. ഇന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. സാക്ഷര കേരളത്തിലും വർദ്ധിച്ചു വരുന്നു. യുവകലാസാഹിതി ദുരന്തങ്ങൾ കണ്ട് മനം മടുത്തിട്ടാണ് സ്ത്രീധനരഹിത, സ്ത്രീ പീഡനരഹിത കേരളത്തിനായി കൈകോർക്കാമെന്നൊരു മുദ്രാവാക്യവുമായിട്ട് സമരരംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു നല്ല കാറല്ല, ഉദ്ദേശിച്ച കാറല്ല കിട്ടിയത് എന്നതിൻ്റെ പേരിലാണ് വിസ്മയ കൊല ചെയ്യപ്പെടുന്നത്. ഉത്ര എന്ന പെൺകുട്ടിയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലിക്കുകയാണ്. മറ്റൊരു കാമുകിയെ വെടിവെച്ച് കൊല്ലാൻ തോക്ക് സംഘടിപ്പിക്കാൻ ആ കാമുകൻ എത്രമാത്രം പാടുപെട്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ ആലോചിച്ചാൽ. നോക്കൂ, പ്രണയം നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കില്ല. പുരുഷൻ പ്രണയിച്ചാൽ കീഴൊതുങ്ങി കൊടുക്കണമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികളും പറയുന്നതെന്ന് വരുമ്പോൾ സ്ത്രീക്ക് എന്തിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീയും പുരുഷനും മാത്രമല്ലല്ലോ, ഇപ്പോൾ ട്രാൻസ്ജെൻഡറുകളും വന്നില്ലേ. ട്രാൻസ്ജെൻഡറുകളും സ്ത്രീയും പുരുഷനും ചേർന്നതാണ് മനുഷ്യ സമൂഹം. ആ മനുഷ്യ സമൂഹത്തിൽ എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്ത്രീക്ക് നിർഭയയായി സ്വന്തം അഭിപ്രായങ്ങൾ എല്ലാ മേഖലയിലും പറയാനും സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. നമ്മൾ സംവരണം 33-50 ആക്കിയതുകൊണ്ട് കാര്യമില്ല. സ്വയം നിർണയാവകാശമുള്ള സ്ത്രീകളാണ് വരേണ്ടത്.
പുതിയ കാലം അതിനുള്ള അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കുറേ കൂടി സ്വയം നിർണയ അവകാശം നിശ്ചയിച്ചവരാണ്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പല മേഖലയിലും സ്ത്രീകൾ സംഘടിക്കുന്നുണ്ട്. ഞാൻ യുവകലാസാദിയുടെ വേദിയിലാണ് പറയുന്നതെങ്കിലും സ്ത്രീകളോട് പറയും, സ്വയം സംഘടിച്ചുകൊണ്ട് വേണം സ്ത്രീ മുന്നേറുവാൻ. കുറിയടത്ത് ധാത്രി 64 പുരുഷന്മാരെ ഭ്രഷ്ടരാക്കി. ഈ ഐസ്ക്രീം പെൺവാണിഭ കേസിലെയോ വിതുര പെൺവാണിഭ കേസിലെയോ സൂര്യനെല്ലി കേസിലെയോ ഇങ്ങനെ പെൺവാണിഭം, സ്ത്രീ പീഡനം എന്നൊക്കെ പറയുന്ന അശ്ലീലപൂർണമായ ആധുനിക സമൂഹത്തിന് കേട്ടാൽ ലജ്ജയോടുകൂടിയല്ലാതെ തലതാഴ്ത്തിയല്ലാതെ അത് സ്വീകരിക്കാൻ കഴിയാത്ത ഈ സ്ത്രീ പീഡനങ്ങളിലെ ഏതെങ്കിലും ഒരു ഇരയായ സ്ത്രീക്ക് തന്നെ ഇരയാക്കിയ പുരുഷനെ ഭ്രഷ്ടയാക്കാനോ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനോ കുറ്റവാളിയാക്കാനോ പറ്റിയിട്ടില്ല എന്ന ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഭരണകൂടങ്ങൾ അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. ധാത്രി ആ കാലത്ത് പ്രാകൃത നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് 64 പുരുഷന്മാരെ, താൻ ഒറ്റയ്ക്കല്ല പിഴച്ചത്, തന്നെ ഭ്രഷ്ടാക്കുമ്പോൾ തന്നെ പിഴപ്പിച്ച പുരുഷന്മാരെ മുഴുവൻ ഭ്രഷ്ടാക്കണം എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല 64 പുരുഷന്മാരെ പേര് പറഞ്ഞ് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് ഭ്രഷ്ടരാക്കി. 65ാമൻ്റെ പേര് പറയാതെ അയാൾ കൊടുത്ത മോതിരം ഉയർത്തിക്കാട്ടിയപ്പോൾ മതി മതി എന്ന് പറഞ്ഞ് സ്മാർത്ഥ വിചാരം നിർത്തിയെന്നാണ് കഥ. ഞാൻ പറയുന്നത് 116 വർഷങ്ങൾക്ക് മുമ്പ് കുറിയടത്ത് ധാത്രി എന്ന ഒരു നിരപരാധിയായ പാവപ്പെട്ട സ്വന്തം ശരീരം മാത്രം ആയുധമാക്കിക്കൊണ്ട് സമരം ചെയ്യേണ്ടി വന്ന ഒരു സ്ത്രീക്ക് ചെയ്യുന്ന അത്ര പോലും ധീരമായ ഇടപെടൽ പുതിയ കാലത്ത് സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ പൗരാവകാശ ബോധം, നമ്മുടെ മനുഷ്യാവകാശ ബോധം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നമ്മുടെ പോലീസ് എല്ലാം ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. എന്നിട്ടും നമ്മുടെ പെൺകുട്ടികൾ ഇന്നും നീതി നിഷേധിക്കപ്പെടുന്നു, അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. ഇന്നും പുരുഷാധിപത്യത്തിൻ്റെ, പ്രച്ഛന്ന പുരുഷാധിപത്യത്തിൻ്റെ കേന്ദ്രീകൃത ശക്തിക്ക് കീഴിൽ സ്ത്രീകൾക്ക് ഞെരിഞ്ഞമർന്ന് കിടക്കേണ്ടി വരുന്നു. സ്ത്രീക്ക് എന്തിനാണ് ധനം? സ്ത്രീയോടൊപ്പം കാറോ 100, 150, 200 പവൻ ആഭരണങ്ങളോ ലക്ഷങ്ങളോ കോടികളോ വേണം എന്നാവശ്യപ്പെടുന്ന പുരുഷൻ്റെ കൂടെ ഞാൻ ഇറങ്ങുകയില്ല എന്ന് പറയാനുള്ള ധീരത പുതിയ സ്ത്രീ സമൂഹം നേടിയാൽ മാത്രമേ സ്ത്രീധനരഹിത കേരളം ഉണ്ടാവുകയുള്ളൂ. സ്ത്രീ പീഡനത്തിൽ ഇരയാകുന്ന സ്ത്രീകൾ ഈ പീഡനം ഞങ്ങളെ ഒന്നും ആക്കിയിട്ടില്ല, ഞങ്ങളെ ഒന്നും പണ്ട് സാറ ടീച്ചർ പറഞ്ഞല്ലോ, നന്നായി നനച്ച് കുളിച്ച് കയറി വരൂ, എന്നിട്ട് ഈ പുരുഷന്മാരെ നേരിടൂ, സംഘടിതമായി നേരിടൂ. പണ്ട് ഒരു നാടൻ പാട്ടിൽ, അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പിന്നീട് മാറ്റി എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നിലാരും, കാതിലാണേൽ കമ്മലില്ല, കയ്യിലാണേൽ വളയുമില്ല, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നീരാരും. നോക്കൂ, കാണാൻ ചന്തമുണ്ട്, പക്ഷെ മുട്ടിറങ്ങി മുടിയില്ലെങ്കിലും മുല്ലമുട്ടിൻ പല്ലില്ലെങ്കിലും സുന്ദരിയാണ്. പക്ഷേ അവളെ കെട്ടാൻ ആരും വരുന്നില്ല. കാരണം അവൾക്ക് പെണ്ണിനെ പോരാ, വരുന്നവർക്ക് പണം വേണം, പൊന്നു വേണം. അവസാനം ആ പെൺകുട്ടി, ഒരു കർഷക തൊഴിലാളി പെണ്ണ് പറയുന്നതാണ്, പക്ഷേ എന്നെ കണ്ടിഷ്ടപ്പെട്ട് ആണൊരുത്തൻ വരും ഒരിക്കൽ, അന്ന് അവൻ്റെ കൂടെ ഞാൻ പോകും. അല്ലേലെന്താ നല്ല പെണ്ണേ അരിവാളുകൊണ്ട് ഏൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ ഈ അരിവാൾ കൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കും. തൻ്റെ സ്വത്തിനും തൻ്റെ പണത്തിനും തൻ്റെ പൊന്നിനും ലക്ഷ്യം വെച്ച് വരുന്ന പുരുഷനെ സ്വീകരിക്കുകയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധീരതയും നിർഭയതയും പുതിയ സ്ത്രീകൾ നേടുമ്പോൾ മാത്രമേ സ്ത്രീധന പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകൾ മോചിതരാവുകയുള്ളൂ. ഗവൺമെൻറ്റുകൾ അതിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഗവൺമെൻറ്റുകൾ നിയമമുണ്ടാക്കിയാലും പെണ്ണിൻ്റെയും ആണിൻ്റെയും വീട്ടുകാർ രഹസ്യമായി ഉടമ്പടി ഉണ്ടാക്കിയിട്ട് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാക്കിയാലും അതിന് മടിയില്ലാത്ത ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ നോക്കൂ, താലിബാനിസം എവിടെയാണ് ഇല്ലാത്തത്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുഖം മൂടിയ മുഖം മറയ്ക്കാത്ത സ്ത്രീകളെ വെടിവെച്ചു കൊല്ലുന്നതിനേക്കാൾ ദുരന്തപൂർണ്ണമല്ലേ നമ്മുടെ നാട്ടിൽ പല പ്രസ്ഥാനങ്ങളിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരന്തം? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി അതിൻ്റെ പെൺകുട്ടികളുടെ പ്രസ്ഥാനത്തെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. കാരണം സ്ത്രീയെ അപമാനിച്ചതിനെതിരെ സ്ത്രീകൾ പരാതിപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ ആ പ്രസ്ഥാനം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തീരുമാനിക്കുകയാണ്. അത്രമേൽ പുരുഷാധിപത്യ കേന്ദ്രീകൃതമാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ പലതും. ഏത് പ്രസ്ഥാനമാണ് മോശം എന്ന് നമുക്കിപ്പോൾ താരതമ്യം ചെയ്ത് പറയാൻ പറ്റില്ല.
ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട സഹോദരി തുല്യയായ സുഹൃത്താണ് തലമുണ്ടനം ചെയ്തൊരു പ്രസ്ഥാനത്ത് ഇറങ്ങിപ്പോകുന്നത്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് നിങ്ങൾക്കറിയാം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് അർഹമായ സ്വാതന്ത്ര്യവും അർഹമായ പരിഗണനയും അർഹമായ അംഗീകാരവും കിട്ടുന്നില്ല. പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പോലും ദുരന്തപൂർണമായ അവസ്ഥയുണ്ട്, അത്രയും ഞാൻ പറയുള്ളൂ. ഇതൊക്കെ മാറണമെങ്കിൽ സ്ത്രീ പീഡനം മാത്രം മാറിയാൽ പോരാ, സ്ത്രീധനം നിർത്തലാക്കിയാൽ പോരാ. സ്ത്രീ, ട്രാൻസ്ജെൻഡർ, പുരുഷൻ ഇവരൊക്കെ സമാവകാശമുള്ള മനുഷ്യരാണ്. അവരുടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമാവരുത്. പുരുഷൻ്റെ ഔദാര്യത്തിലല്ല സ്ത്രീ മുന്നോട്ട് വരേണ്ടത്. പുരുഷൻ പിൻസീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് മുന്നിൽ അധികാരസ്ഥാനത്ത് ഇരുത്തേണ്ടവളല്ല സ്ത്രീ. നേരത്തെ ONV പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പൂജാമുറിയിലിരുത്തിയ ദേവിയായി ജീവപര്യന്തം വിധിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ. സ്വതന്ത്രയാണ്. എൻ്റെ ക്യാമ്പസ് കാലത്താണ് സാറ ടീച്ചറുടെ നേതൃത്വത്തിൽ മാനുഷി എന്നൊരു പ്രസ്ഥാനം പട്ടാമ്പി കോളേജിലുണ്ടായത്. അതിൻ്റെ പല പ്രവർത്തനങ്ങളും ആ കാലത്ത് ഞാൻ ഒളിഞ്ഞും നേരിട്ടും അല്ലാതെയും പങ്കെടുത്തിരുന്നു. പലപ്പോഴും പുരുഷന്മാർ പങ്കെടുക്കുന്നതിന് അന്ന് അവർക്ക് തന്നെ എതിർപ്പുണ്ടായിരുന്നു. അവരിൽ പലരും ഇന്ന് സ്ത്രീ വിമോചന രംഗത്ത് മുന്നിലാണ്. ഇന്ന് സ്ത്രീ വിമോചനം ഒരു അശ്ലീല പദമല്ല. അജിത ചേച്ചിയുടെ നേതൃത്വത്തിൽ അന്വേഷി ഉണ്ടാക്കിയ കാലത്ത് ഞാൻ ചില കാര്യങ്ങളിൽ ഇടപെട്ട് അജിത ചേച്ചിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം എന്ന പുസ്തകം ഞാൻ എഴുതുന്നത് സ്ത്രീക്കെതിരെ അന്ന് നടന്ന മഹാക്രൂര പീഡനങ്ങൾക്കെതിരെ സ്ത്രീകൾ നിസ്സഹായരായി നോക്കി നിന്നപ്പോൾ അവരെ ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന സ്ത്രീയുടെ ഒരു വലിയ സമരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വ്യക്തിപരമായിട്ട് എഴുതിയത് ആ പുസ്തകം. ഇപ്പോൾ യുവകലാസാഹിതിയെ സംബന്ധിച്ച് വനിതാ കലാസാഹിതി ഞങ്ങൾ ഒരിക്കലും പിന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് കണക്കാക്കിയിട്ടില്ല. വനിതാ കലാസാഹിതി യുവകലാസാഹിതിയുടെ മുമ്പിലാണ്. കഴിഞ്ഞ ഞങ്ങളുടെ സാംസ്കാരിക യാത്രയിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു. സ്ത്രീകളാണ് മുന്നിൽ ഇറങ്ങി നടന്നത്. ഇപ്പോഴും വനിതാ കലാസാഹിതിയിൽ ധാരാളം പ്രബുദ്ധരായ സ്ത്രീകളുണ്ട്, പ്രബുദ്ധകളായ സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി എക്കാലത്തും നിലയുറപ്പിച്ച ഒരു സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ നേരത്തെ താത്രിക്കുട്ടിയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം ഷൊർണൂരിൽ ചെറുതുരുത്തിൽ നടന്നപ്പോൾ സ്ത്രീയുടെ വിമോചനത്തെ സംബന്ധിക്കുന്ന വലിയ ചർച്ചകൾ അവിടെ നടന്നിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രസംഗങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നമെന്നറിയാം. എങ്കിലും യുവകലാസാഹിതി തുടർച്ചയായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലുള്ള ആളുകളല്ല ഇടപെടേണ്ടത്. ധാരാളം പ്രബുദ്ധരായ സ്ത്രീകൾ ഇന്ന് കേരളത്തിൻ്റെ പൗരമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പലരും വേണ്ടത്ര അംഗീകാരം കിട്ടാതെ ഒറ്റപ്പെട്ട് കഴിയുന്നൊരവസ്ഥയുണ്ട്. അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം വേണം, അതാരെങ്കിലും ഔദാര്യമായി നൽകേണ്ടതല്ല. സ്ത്രീ സ്വതന്ത്രയാണ്, നിർഭയയാണ്. പ്രേംജി തൻ്റെ ഋതുമതി എന്ന നാടകത്തിൽ പറയുന്നുണ്ട്, കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ സംബന്ധിച്ച് കൂട് തകർത്ത് രക്ഷിക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. സ്വന്തം ചിറകിട്ടടിച്ച് ചിറകിന് ബലം വെപ്പിച്ച് അകപ്പെട്ട കൂട് തകർത്ത് പുറത്തേക്ക് വരണം. ഒരു പക്ഷിയുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ്. ആരെങ്കിലും തരുന്നതല്ല സ്വാതന്ത്ര്യം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്വയം നിർണ്ണയിക്കേണ്ടതാണ്. അതിനുവേണ്ടി പോരാടുമ്പോൾ തീർച്ചയായും യുവകലാസാഹിതി അതിൻ്റെ മുമ്പിലുണ്ടാകും. ഏത് താലിബാനിസം വന്നാലും, ഏത് സംഘപരിവാർ അതോറിറ്റാറിയനിസം വന്നാലും, ഏത് പൗരോഹിത്യത്തിൻ്റെ സ്ത്രീവിരുദ്ധത വന്നാലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ത്രീവിരുദ്ധമായാലും അവിടെയൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീക്ക് സ്വാതന്ത്ര്യം അവകാശപ്പെട്ടതാണ്. പരിപൂർണ സ്വാതന്ത്ര്യമാണ് സ്ത്രീക്ക് വേണ്ടത്. ആരെങ്കിലും അനുവദിച്ചു തരുന്ന ഇത്തിരി സ്വാതന്ത്ര്യമല്ല. ആ സ്വാതന്ത്ര്യം നേടുന്നതുവരെ പോരാടിക്കൊണ്ടേയിരിക്കുമെന്ന് പറയാൻ യുവകലാസാഹിതി ഈ അവസരത്തെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര ഇനിയും തുടരും. അത് സംവാദാത്മകമായിട്ട് തുടരണം. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് മായ്ച്ചു കളയുകയാണ് നമ്മൾ. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു, സ്ത്രീ അത് നേടുക തന്നെ ചെയ്യും. 21-ാം നൂറ്റാണ്ട് സ്ത്രീകൾ നയിക്കുന്ന നൂറ്റാണ്ടായിട്ട് മാറുന്ന ഒരു കാലത്തിനു വേണ്ടി യുവകലാസാഹിതി ഈ പ്രഭാഷണ പരമ്പര ഇനിയും തുടരും. എൻ്റെ ഈ പ്രഭാഷണം 3 ഭാഗമായിട്ട് മുറിഞ്ഞുപോയി. ഞാനിപ്പോൾ ഉള്ള സ്ഥലത്ത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ക്ഷമിക്കണം. ഏതായിരുന്നാലും ഈ 3 ഭാഗവും കേട്ടവർക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. തുടർന്നും എല്ലാ ഞായറാഴ്ചയും 8 മണിക്ക് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന വിഷയത്തിൽ യുവകലാസാഹിതി തൃശ്ശൂർ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രഭാഷണ പരമ്പര തുടരും. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.